നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈദേശിക ആധിപത്യത്തിന് എതിരെ ഭാരതത്തിൽ നടത്തപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം 372 കൂനൻകുരിശ് സത്യസ്മരണ വാർഷികവും അഹത്തള്ള ബാവയുടെ ഓർമ്മ പെരുന്നാളും 2025 ജനുവരി 3 വെള്ളിയാഴ്ച പരിശുദ്ധ സഭ ആചരിച്ചു. AD 52 മാർത്തോമാ ശ്ലീഹായാൽ ആരംഭം കുറിച്ച മലങ്കരയിലെ നസ്രാണി സഭാ സമൂഹം 1599 വരെയും അതിൻ്റെ തനിമയോടെ മാർത്തോമായുടെ മാർഗത്തിൽ സ്വാതന്ത്ര്യമായി നിലനിന്നു വന്നു. 1599 റോമൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലും പോർച്ചുഗീസ് പറങ്കിപ്പടയുടെ സ്വാധീനത്തിലും വിളിച്ചുകൂടപ്പെട്ട ഉദയംപേരൂർ സുനഹദോസ് വഴി മലങ്കര നസ്രാണികൾ റോമൻ സഭയുടെ കീഴിലായി. മലങ്കര സഭയുടെ പുരാതന ചരിത്ര രേഖകളും പാരമ്പര്യങ്ങൾ രേഖപ്പെടുത്തിയ താളിയോലകളും ആരാധനാക്രമങ്ങളും റോമൻ കത്തോലിക്ക സഭയും പറങ്കിപ്പടയും അഗ്നിക്കിരയാക്കി. 54 വർഷത്തെ ദീർഘമായ പോരാട്ടത്തിന് ശേഷം നസ്രാണികൾ തങ്ങളുടെ തലവനായ മലങ്കര മൂപ്പൻ്റെ നേതൃത്വത്തിൽ വൈദേശിക അടിമനുകം വലിച്ചെറിഞ്ഞ് 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. മട്ടാഞ്ചേരിയിലെ കുരിശിൽ ആലാത്ത് കെട്ടി നടത്തപ്പെട്ട ഈ വിപ്ലവം കൂനൻകുരിശ് സത്യം എന്ന് അറിയപ്പെടുന്നു. വൈദേശിക ശക്തികൾക്കെതിരെ ഭാരതമണ്ണിൽ നടക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായി കൂനൻകുരിശ് സത്യം ചരിത്ര രേഖകളിൽ അറിയപ്പെടുന്നു. ജനുവരി 3 വെള്ളിയാഴ്ച മട്ടാഞ്ചേരി കൂനൻകുരിശ് തീർത്ഥാടന പള്ളിയിൽ വിശുദ്ധ കുർബാനയും കൂനൻകുരിശ് സത്യസ്മരണയും നടത്തപ്പെട്ടു. ശുശ്രൂഷകൾക്ക് മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി വന്യ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ അച്ഛൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വന്യനായ ബെന്യാമിൻ റമ്പാച്ചൻ സഹകാർമ്മികത്വവും വഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മിഷൻ ബോർഡിൻ്റെ കീഴിലുള്ള ബാഹ്യകേരള ഭദ്രാസനമായ ബാംഗ്ലൂരിലെ ദയാഭവനിലും സ്നേഹസദനിലും മിഷൻ ബോർഡ് പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സ്നേഹസദനിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച അഭിവന്യ തിരുമനസ്സുകൊണ്ട് 300ഓളം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാര കിറ്റും 100-ൽ പരം കുടുംബങ്ങൾക്ക് ഉള്ള ഭക്ഷ്യധാന്യ കിറ്റും നൽകി. വന്യ എബ്രഹാം റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട ജോഷുവ കെ കോശിയച്ചൻ, ബഹുമാനപ്പെട്ട അനിൽ അച്ചൻ എന്നിവർ വിശുദ്ധ കുർബാനയിലും മറ്റ് ചടങ്ങുകളിലും സംബന്ധിച്ച് സ്നേഹസദൻ, ദയാഭവൻ എന്നീ സ്ഥാപനങ്ങളിലും മറ്റ് പ്രസ്ഥാനങ്ങളിലും സന്ദർശിക്കുകയും സ്നേഹസദൻ്റെ കീഴിലുള്ള ബാലഭവൻ്റെ മുകൾ നിലയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത പ്രാർത്ഥിച്ച് തുടക്കം കുറിച്ചു. സുൽത്താൻ ബത്തേരി ഗോവിന്ദമൂല പണിയ ഊരിലെ കരുമ്പി ഓണൻ കുടിവെള്ള പദ്ധതികളുടെ ഉദ്ഘാടനം മലങ്കര സഭയുടെ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി നിർവഹിച്ചു. 2 പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കിയത്. 12 കുടുംബങ്ങൾ ഗുണഭോക്താക്കളാകുന്ന കരുമ്പി കുടിവെള്ള പദ്ധതി, 8 കുടുംബങ്ങൾ ഗുണഭോക്താക്കളാകുന്ന ഓണൻ കുടിവെള്ള പദ്ധതി. ഊരിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി. അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയാണ് 2 കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണ ചെലവ് മൊത്തമായും വഹിച്ചത്. സഭാ സമാധാനത്തിന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെന്ന് പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. നീതിയിൽ അടിസ്ഥാനമായ വിട്ടുവീഴ്ചകൾക്ക് മലങ്കര സഭ തയ്യാറാണ്. സുപ്രീം കോടതി വിധി രാജ്യത്തിൻ്റെ നിയമമാണ്. കോടതി വിധികൾക്ക് വിപരീതമായി പ്രവർത്തിക്കാൻ കഴിയില്ല. സുപ്രീം കോടതി വിധി അംഗീകരിച്ചാൽ ഉചിതമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെന്നും ബാവ. ദേവലോകം പെരുന്നാളിനിടെയാണ് കാതോലിക്ക ബാവ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് അവതരിപ്പിച്ച സമകാലികം സഭാജീവിത യാത്രയിലെ കാഴ്ചപ്പാടുകളും നിലപാടുകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി മലങ്കര സഭയുടെ അഭിവന്യ എബ്രഹാം മാർ സറാഫി മെത്രാപ്പൊലീത്തായുമായി വന്യ ഡോക്ടർ ഫിലിക്സ് യോഹന്നാൻ തട്ടാശ്ശേരിയിലച്ചൻ നടത്തിയ അഭിമുഖത്തിൻ്റെ 1ഉം 2ഉം ഭാഗങ്ങൾ ജനുവരി 4-7 തീയതികളിൽ വൈകുന്നേരം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും സംപ്രേഷണം ചെയ്തു. മലങ്കര സഭയിൽ ഒരു വിശ്വാസി അംഗമായി ഇരിക്കേണ്ടതിനെക്കുറിച്ചുള്ള പ്രാധാന്യവും 1934 സഭ ഭരണഘടനയിലൂടെ സഭ മുന്നോട്ടു പോകേണ്ട ആവശ്യകതയും ശാശ്വത സമാധാനത്തിന് ഭരണഘടനയുടെ പ്രാധാന്യവും പരിശുദ്ധ സഭയിലെ അഭിവന്യ മെത്രാപ്പൊലീത്തന്മാരുടെ ജീവിത സാഹചര്യവും സമൂഹത്തിൽ ഉണ്ടാകുന്ന മിഥ്യാധാരണകളെയും കുറിച്ച് അഭിവന്യ പിതാവ് വ്യക്തമായ വിശദീകരണങ്ങൾ നൽകി.
ഇടനാഴിയിൽ ഇത്തിരി നേരം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഞാലിയാങ്കുഴി മാർ ബെസേലിയസ് ദേറായിൽ അഭിനയ സക്കറിയാസ് മാർ സേവേറിയസ് മെത്രാപ്പോലിത്ത ജ്യോതിസ് ആശ്രമ മാനേജർ വെരി റവറൻ ഫിലിപ്പോസ് റംബാന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. പുസ്തകത്തിൻ്റെ രചയിതാവ് എബി വർഗീസ് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ സ്ഥിരതാമസക്കാരനായ എഴുത്തുകാരൻ സമകാലിക ജീവിതവുമായി ബന്ധപ്പെട്ട ഈ സൃഷ്ടി ജീവിതത്തെ സമ്പന്നമാക്കുന്നതിലും ആഴത്തിലുള്ള ആത്മപരിശോധന വളർത്തുന്നതിലും മലയാള സാഹിത്യ ലോകത്തിന് ഒരു സുപ്രധാന സംഭാവനയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിമന്യ സക്കറിയ മാർ സേവേറിയസ് മെത്രാപ്പൊലിത്തയാണ് അവതാരിക രചിച്ചിരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായിരുന്ന വെരി റവറൻ കെ.ഒ. ഫിലിപ്പ് കോർ എപ്പിസ്കോപ്പ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മാന്തളിർ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയാണ് മാതൃ ഇടവക. വന്യ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. കായംകുളം കാതീശ കത്തീഡ്രലിൻ്റെ പൈതൃകം വിലമതിക്കത്തക്കത്. ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ്. സഹസ്രോത്തര ദ്വിശതാബ്ദിയുടെ നിറവിൽ പ്രശോഭിക്കുന്ന കായംകുളം കാതീശ കത്തീഡ്രലിൻ്റെ പൈതൃകം പുതുതലമുറയ്ക്ക് വിലമതിക്കാനാവാത്തതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സമൂഹത്തിലും സഭാ ചരിത്രത്തിലും മായാത്ത മുദ്രകൾ പതിപ്പിച്ച കാതീശ പള്ളിയുടെ ചരിത്രം നിസ്തുലമാണ്. സഹസ്രോത്തര ദ്വിശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ മാർഗം കളിയും മർത്തമറിയ സമാജ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി. മാവേലിക്കര ഭദ്രാസന മെത്രാപ്പൊലീത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് അധ്യക്ഷത വഹിച്ചു. യു പ്രതിഭ എം.എൽ.എ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ, വികാരി ഫാദർ കോശി മാത്യു, സഹവികാരി ബിനു ഈശോ, സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വൈദിക അൽമായ ശ്രേഷ്ഠർ പ്രസംഗിച്ചു. മാർഗംകളിയുടെ പരിശീലക ഓഷൻ ചെറിയാനെ മന്ത്രി വീണ ജോർജ് ആദരിച്ചു. ലില്ലിക്കുട്ടി, സുജ റെജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാർഗംകളി അംഗങ്ങൾക്കുള്ള ഉപഹാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു. പ്രൗഢമായി ചടങ്ങുകൾ ക്രമീകരിച്ച കാതീശ കത്തീഡ്രൽ ഇടവകയെ ഭദ്രാസന മെത്രാപ്പൊലീത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപ്പൊലീത്ത അനുമോദിച്ചു. സംഗമത്തോടനുബന്ധിച്ചുള്ള കുടുംബ സെമിനാർ വിനി വി രഞ്ജു ഉദ്ഘാടനം ചെയ്തു. സൂസമ്മ വർഗീസ്, മിനി ബാബു, മോളി തങ്കച്ചൻ, ആശ വർഗീസ്, ഷേർലി എന്നിവർ പ്രസംഗിച്ചു. വിശുദ്ധ ദനഹ പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം കൊണ്ടാടി. ജനുവരി 6 കർത്താവിൻ്റെ മാമോദീസ സ്വീകരണത്തിൻ്റെ ഓർമ്മ പരിശുദ്ധ സഭ കൊണ്ടാടി. വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് 30-ാം വയസ്സിൽ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭമായി കർത്താവ് മാമോദീസ ഏറ്റതിനെ അനുസ്മരിച്ചാണ് പെരുന്നാൾ നടത്തപ്പെട്ടത്. ദനഹ എന്നാൽ ഉദയം അഥവാ വെളിപ്പെടുത്തൽ എന്നാണ് അർത്ഥം. പരസ്യ ശുശ്രൂഷയിൽ ആരംഭത്തിൽ കർത്താവ് ദൈവപുത്രനാകുന്നു എന്ന് സർവ്വലോകത്തിനും തന്നെ വെളിപ്പെടുത്തുന്നതിനാലാണ് ദനഹ എന്ന പേര് ലഭിച്ചത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രധാന കാർമ്മികത്വം വഹിച്ചു. അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ പിറവം സെൻറ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രലിലെ പ്രധാന പെരുന്നാളായ വിശുദ്ധ ദനഹ പെരുന്നാളിന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് നേർച്ച കാഴ്ചയോടെ പങ്കുചേർന്നത്. പെരുന്നാളിനോടനുബന്ധിച്ച് പൈതൽ നേർച്ചയ്ക്കും വൻ ജനസഞ്ചയം പങ്കുകൊണ്ടു. AD 52 വിശുദ്ധ മാർത്തോമ ശ്ലീഹായാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദനഹ പെരുന്നാളിനോടനുബന്ധിച്ച് വികാരി വന്യ VM ശമുവേൽ അച്ഛൻ സന്ധ്യാനമസ്കാരത്തിനോടുകൂടി പിണ്ടി തെളിയിച്ചു. മലങ്കര സഭാ തർക്കത്തിൽ നീതിയുടെ കൂടെ നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. താൽക്കാലിക ലാഭങ്ങൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടി നീതിയുടെ വഴി ഉപേക്ഷിക്കില്ല. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം മെത്രാസന ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊച്ചി ഭദ്രാസനത്തിലെ വൈദികനായിരുന്ന റവറൻ ഫാദർ T.I. പൗലോസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ചെറായി സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരിയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച വന്യ T.I. പൗലോസ് തുരുത്തേൽ കശീശ 1974 മുതൽ 2010 വരെ 37 വർഷം യാക്കോബായ് വിഭാഗം ശമ്പളമോ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ പീഡിപ്പിച്ചിട്ടും മലങ്കര സഭയുടെ വീതം ദേവാലയത്തിൽ നിലനിർത്തി.
മലങ്കര സഭയുടെ ചെറായിപ്പള്ളിയെ ചേർത്ത് നിർത്താൻ ത്യാഗം സഹിച്ച വന്യ വൈദിക ശ്രേഷ്ഠന്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തടാകം ക്രിസ്തുശിഷ്യ ആശ്രമത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ബിഷപ്പ് ഹെർബർട്ട് പെക്കൻഹാം വാൾഷ് പിതാവിൻ്റെ 66ാമത് ഓർമ്മ പെരുന്നാൾ ഭക്തിപുരസ്സരം കൊണ്ടാടി. മലങ്കര സഭയുടെ ആദ്യ വിദേശ മിഷൻ സ്ഥാപകനായ ആംഗ്ലേയ മിഷണറി ബിഷപ്പ് പെക്കൻഹാം വാൾഷ് ആദർശസമ്പന്നനായ ഒരു വൈദിക മേലധ്യക്ഷൻ, പണ്ഡിതനായ വേദശാസ്ത്രജ്ഞൻ, ആശ്രമസ്ഥാപകൻ, ആത്മീയ ഗുരു, സർവോപരി യേശുക്രിസ്തുവിൻ്റെ കാൽപ്പാടുകളെ അനുനിമിഷം പിന്തുടർന്ന് സ്വജീവിതം ക്രമീകരിച്ച മനുഷ്യസ്നേഹി. സ്നേഹത്തിലൂടെ ഐക്യം, സത്യം, നീതി, സമാധാനം എന്നിവ ജീവിത സന്ദേശമായി ഉൾക്കൊണ്ട ഒരു യോഗി വര്യൻ. ഇതാണ് ലാളിത്യത്തിൻ്റെ പ്രതിരൂപമായ ബിഷപ്പ് പെക്കൻഹാം വാൾഷ് പിതാവ്. ജനുവരി 6 തിങ്കളാഴ്ച അട്ടപ്പാടി ആശ്രമം അംഗം വന്യ പോൾ റമ്പാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പെരുന്നാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ജനുവരി 9 വ്യാഴാഴ്ച പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ആശ്രമം വിസിറ്റർ ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. കബറിങ്കൽ ധൂപപ്രാർത്ഥനയും ശ്ലൈഹിക വാഴ്വും നടത്തപ്പെട്ടു. അഭിവന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വതന്ത്ര ആശയവിനിമയ സംഘടനയായ ജനകീയ സമിതിയുടെ സ്ഥാപകൻ കെ. മാമൻ സ്മാരക രാഷ്ട്രസേവാ പുരസ്കാരം പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയ്ക്ക് നൽകി ആദരിച്ചു. ജനകീയ സമിതിയുടെ 30ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി കോട്ടയം DC ബുക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡുകൾ ഗോവ ഗവർണർ ഡോക്ടർ PS ശ്രീധരൻ പിള്ള പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് സമർപ്പിച്ചു. ഇതോടൊപ്പം ജനകീയ സമിതി മാധ്യമ പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണനും, പ്രവാസി പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ ഉമ്മൻ P എബ്രഹാമിനും നൽകി. 80ാം വയസ്സിൽ അശ്വമേധം ചാനൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അഭിമാനമായി ഫാദർ ഡോക്ടർ TP ഏലിയാസ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സീനിയർ വൈദികനും ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സെക്രട്ടറി, കോട്ടയം സോഫിയ സെൻറ്റർ പ്രോഗ്രാം സെക്രട്ടറി, മാവേലിക്കര സെൻറ്റ് പോൾസ് മിഷൻ ട്രെയിനിങ് കോളേജ് അധ്യാപകൻ, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സ്ഥാപിച്ച മുളന്തുരുത്തി തലക്കോട് സെൻറ്റ് മേരീസ് ബോയ്സ് ഹോം, MGITI, മാർ ഗ്രിഗോറിയോസ് ചാപ്പൽ, വരിക്കോലി സൗജന്യ ഡയാലിസിസ് സെൻറ്റർ എന്നിവയുടെ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച അച്ഛൻ ഇപ്പോൾ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നു. നിരവധി ഗ്രന്ഥങ്ങളുടെ എഡിറ്ററും ഉടമയുമാണ്. ദിവ്യബോധനം പുതിയ അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആത്മീയ വേദശാസ്ത്ര പഠന പദ്ധതിയായ ദിവ്യബോധന പഠന പദ്ധതിയുടെ പ്രൊഫിഷ്യൻസി, ഡിപ്ലോമ, ഡിഗ്രി കോഴ്സുകളുടെ പുതിയ അധ്യയന വർഷം ദിവ്യബോധനം പ്രസിഡന്റ് ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഓർത്തഡോക്സ് സെമിനാരി മുൻ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റെജി മാത്യു അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, ദിവ്യബോധനം രജിസ്ട്രാർ ഫാദർ ഡോക്ടർ മാത്യൂസ് ജോൺ മനയിൽ, പബ്ലിക്കേഷൻ ഓഫീസർ ഫാദർ സിജു വർഗീസ് കോശി, ഫാദർ ജോബ് സാം മാത്യു, കോർഡിനേറ്റർ ഡോക്ടർ ചെറിയാൻ തോമസ്, എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ സാംവി ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ഡോക്ടർ TJ ജോഷുവയുടെ പ്രകാശത്തിലേക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത പ്രകാശനം ചെയ്തു. 2025 മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭരണഘടനയുടെ നവതിയോടനുബന്ധിച്ച് സെൻറ്റ് ഡൈനേഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് കോട്ടയം ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അഖില മലങ്കര പ്രബന്ധ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തയ്യാറാക്കിയ പ്രബന്ധങ്ങൾ 2025 ജനുവരി 26 മുൻപായി SDOF-kottayam@gmail.com എന്ന വിലാസത്തിൽ അയച്ചു തരേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് 9745 45 0808
94 96 37 52 87 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചെന്നൈയിൽ നടക്കുന്ന നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ഷിജിൻ ജെ കുഞ്ഞുമോനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗത്തിൽ നിയമിതനായ ശ്രീ റിബിൻ രാജുവിനും പോളണ്ടിലെ മൈക്കോലോവിൽ നടന്ന കോബാറ്റ് ജിയു-ജിറ്റ്സു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സെൽഫ് ഡിഫൻസ് വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ശ്രീ സുനിൽ തോമസിനും ശംഖുമുഖം ബീച്ചിൽ നടന്ന 2024 കേരള സംസ്ഥാന പെൻകാക് സിലാറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ശ്രീ അമൽ കെ സന്തോഷിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.